കോർഡിനേറ്ററിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞതിൽ ചെയ്തു വെച്ചത് യൂസറുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഇനി ആ പ്രൊഫൈൽ നമുക്ക് ഫ്രണ്ട് എൻഡിൽ ഡിസ്പ്ലേ ചെയ്യണം. അതാണ് നമുക്ക് ഇതിൽ ചെയ്യേണ്ടത്. ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്രണ്ട് എൻഡിൽ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഫ്രണ്ട് എൻഡിൽ ഓൾറെഡി ഞാനിതെല്ലാം അപ്ഡേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്തത്, എന്തൊക്കെ ഡീറ്റെയിൽ ആണ് കൊടുത്തതെന്നുള്ളത് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. കാരണം ടൈപ്പിങ്ങിനും അതിൻ്റെ സമയം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം ഞാൻ അപ്ഡേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും എങ്ങനെയാണ് അത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു പ്രൊഫൈൽ കാണിക്കാൻ വേണ്ടി ഒരു ഫംഗ്ഷൻ എഴുതണം. നമ്മൾ യൂസർ മോഡലിൽ ഇപ്പോൾ യൂസർ മോഡലിൽ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഗെറ്റ് യൂസർ പ്രൊഫൈൽ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, പിക്ചർ, എബൌട്ട് മീ നമുക്ക് ആവശ്യമില്ല, ഗിറ്റ് ഹബ്, പിന്നെ വെബ്സൈറ്റ്, അങ്ങനെ ആവശ്യമുള്ള ഫീൽഡുകൾ മാത്രമേ ഞാൻ സെലക്ട് ചെയ്യൂ. ഇപ്പോൾ ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ഞാൻ കൊടുത്തിട്ടുള്ളത് മാനുവലായിട്ട് ID 1 എന്നാണ് കൊടുത്തിട്ടുള്ളത്. കാരണം നമ്മുടെ ടേബിളിൽ ഒറ്റ യൂസറേ ഉള്ളൂ. ആ യൂസർക്ക് അവിടെ ID 1 ആണ്, അതുകൊണ്ടാണ് അവിടെ അങ്ങനെ കൊടുത്തത്. അപ്പോൾ ഈ ഗെറ്റ് യൂസർ പ്രൊഫൈൽ എന്ന ഫംഗ്ഷനാണ് നമ്മൾ പ്രൊഫൈൽ ഡീറ്റെയിൽ എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇനി നമ്മുടെ ആർട്ടിക്കിൾ എന്നുള്ള ഫ്രണ്ട് എൻഡിൻ്റെ കൺട്രോളിലേക്ക് പോവാം. ഇതിൽ നമ്മൾ ആദ്യം ഓരോ പേജിലും നമ്മുടെ ഹെഡറിലാണ്, ഇതിൻ്റെ സൈഡ് ബാർ കിടക്കുന്ന ഹെഡറിലാണ്. നമ്മുടെ സൈഡ് ബാർ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിനാണ് ഉദ്ദേശിച്ചത്. ഈ പ്രൊഫൈൽ ഡീറ്റെയിൽസ് ഫുള്ള് കിടക്കുന്നത് ഹെഡർ ഫയലിലാണ്. അപ്പോൾ ഈ ഹെഡർ ഫയലിലേക്ക് നമുക്കൊരു പ്രൊഫൈൽ അത് അങ്ങോട്ട് പാസ് ചെയ്താലേ പ്രൊഫൈലിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കാണിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ആർട്ടിക്കിളിൽ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് മുകളിലുള്ള ഈ ഫംഗ്ഷൻ ഇൻഡെക്സ് എന്നുള്ള ഫംഗ്ഷനിൽ നിന്ന് തുടങ്ങാം. ഒന്നുമില്ല, അതായത് ഡാറ്റ പ്രൊഫൈൽ ദിസ് യൂസർ മോഡൽ ഗെറ്റ് യൂസർ പ്രൊഫൈൽ എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് ആ ഡാറ്റയിൽ പ്രൊഫൈലിൽ നിന്നുള്ള ഇൻഡെക്സിലേക്ക് അത് പാസ് ചെയ്തു. അത്രയേ ഉള്ളൂ. ഇവിടെ ഡാറ്റ ഈ അറയിലേക്ക് നമ്മൾ ഹെഡറിലും കൂടി അറേ പാസ് ചെയ്താൽ മാത്രമേ നമുക്ക് അവിടെ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെയും കൂടി ഈ ഡാറ്റ എന്ന് കൊടുത്തുള്ളൂ, കോമറ്റ് ഡാറ്റ കൊടുത്തത്. അതുപോലെ തന്നെ ഈ ഓരോ ഫംഗ്ഷനിലും, കാരണം ഹെഡർ കോമൺ ആണ്, ഓരോ ഫംഗ്ഷനിലും പോയിട്ട് ഈ സെയിം ഇത് തന്നെ നമ്മൾ ഓരോന്നും ചെയ്യണം. ഡാറ്റ പ്രൊഫൈലിലൂടെ കൊടുത്തു, അത് ഇവിടെ ഹെഡറിൽ പാസ് ചെയ്തു. അതിന് നമ്മളൊരു എബൌട്ട് മീ എന്നുള്ളൊരു പേജ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അവിടെ ഇതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എബൌട്ട് മീ നമ്മൾ ഇവിടെ വരുമ്പോൾ ഇവിടെ എബൌട്ട് മീ ഉണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതാണ് പേജാണ് നമ്മളിവിടെ കാണുന്നത്, ലോക്കൽ ഹോസ്റ്റ് മൈ ബ്ലോഗ് എബൌട്ട് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാതെ അവിടെ ഒരു എബൌട്ട് മീ എന്നുള്ളൊരു പേജ് നമ്മൾ സെപ്പറേറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ ഈ എബൌട്ട് മീ പേജ് ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. കണ്ടില്ലേ, ഈ പ്രൊഫൈൽ പാസ് ചെയ്ത പ്രൊഫൈലിൻ്റെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം അവിടെ കാണിച്ചു. അങ്ങനെ ഉണ്ടെങ്കിൽ അത് H2 ഉള്ളിൽ കാണിക്കണം. പിന്നെ അതിൻ്റെ പ്രൊഫൈൽ എബൌട്ട് മീ എന്നുള്ള ഡീറ്റെയിൽ ഈ സെറ്റ് പ്രൊഫൈൽ എബൌട്ട് മീ അല്ലെങ്കിൽ നള്ളായിട്ട് കാണിക്കും. അപ്പോൾ അതാണ് ആ പേജിൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു H2 ഉള്ളിൽ അയാളുടെ നെയിം ഏതാണ്, ആരുടെ ബ്ലോഗ് വെച്ചാൽ അയാളുടെ നെയിം കാണിക്കുന്നു. എബൌട്ട് മീ നമ്മൾ ആ ടേബിളിൽ എൻ്റർ ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം, എബൌട്ട് മീ എന്നുള്ള ഫീൽഡിലുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണിക്കുന്നു. അത്രയേ ഉള്ളൂ. ഇനി ഇവിടെ ഫസ്റ്റ് നമ്മൾ തുടക്കം തൊട്ട് നമുക്ക് നോക്കാം എന്തൊക്കെ വന്നിട്ടില്ല എന്നുള്ളത്. ഹെഡർ ഫയലിൽ തന്നെ പോയിട്ട് ആദ്യം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എബൌട്ട് മീ ഫംഗ്ഷനെ കുറിച്ച് മനസ്സിലായില്ലേ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ റൂട്ട്സിൻ്റെ ഉള്ളിൽ ഒരു എബൌട്ട് മീ ക്രിയേറ്റ് ചെയ്യും. റൂട്ട് എബൌട്ട് എന്ന് പറഞ്ഞാൽ, അതായത് മൈ ബ്ലോഗ് /എബൌട്ട് എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ ആർട്ടിക്കിളിലെ എബൌട്ട് മീ എന്നുള്ള ഫംഗ്ഷനിലേക്കാണ് പോകേണ്ടത്. അത് നമ്മളവിടെ റൂട്ടിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് തന്നെ നമ്മൾ ഇവിടെ കൊടുത്തത് കണ്ടില്ലേ, ബേസ് URL എന്ന് പറഞ്ഞ / വരുന്നുണ്ടാവും. അതിനുശേഷം ഒരു എബൌട്ട് വന്നു. അപ്പോൾ ഇനി ഇവിടെ യൂസറുടെ ഈ സെറ്റ് ഫസ്റ്റ് നെയിം, അതായത് ഫസ്റ്റ് നെയിം ഉണ്ടെങ്കിൽ അയാളുടെ ലാസ്റ്റ് നെയിം അവിടെ ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം കൊടുത്തു. പിന്നെ ഇവിടെ ആളുടെ ബ്ലോഗ് _S ബ്ലോഗ് എന്ന് പറഞ്ഞ് കൊടുത്തേക്കാണ്. ഇനി ഇവിടെ താഴെ വരുമ്പോൾ ഇമേജാണ്, തമ്പ് ഇമേജ്. നമ്മൾ തമ്പ് ഇമേജ് യൂസറുടെ യൂസർക്ക് വേണ്ടി നമ്മൾ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യുന്നിടത്ത് നമ്മൾ സെയിം തന്നെ കൊടുത്തിട്ടുണ്ട്. അത് ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കും. അഡ്മിനിലാണ് ആ പ്രൊഫൈൽ എടുക്കുന്നത്, യൂസറിൻ്റെ പ്രൊഫൈൽ എടുക്കുന്നത്. അത് കാണിച്ചില്ല. അത് സെയിം മെത്തേഡ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അത് കോപ്പി ചെയ്തിടുക ചെയ്തത് ഞാനിവിടെ കണ്ടില്ലേ പ്രൊഫൈൽ. ഇപ്പോൾ ഇവിടെ ഈ സെറ്റ് പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷൻ കോപ്പിയാണ് ചെയ്തേക്കുന്നത്. ഫംഗ്ഷനല്ല, ഈ കോഡ് ഇവിടുന്ന് കോപ്പിയാണ് ചെയ്തത്. അപ്പോൾ അത് കോപ്പി ചെയ്തിട്ട് ഞാൻ ചെയ്തത് ഹെഡറിൽ ഇത് കോപ്പി ചെയ്തു.
പ്രൊഫൈൽ പിക്ചർ ഉണ്ടെങ്കിൽ ആ പിക്ചറിൻ്റെ തമ്പ് നമ്മളൊരു അതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്യുമ്പോൾ മെയിൻ ഫയലും കൊണ്ട് തമ്പും ഇമേജും വരുന്നുണ്ട്. അപ്പോൾ ആ തമ്പ് ഇമേജാണ് നമ്മളവിടെ ഫ്രണ്ടിൽ കാണിക്കുന്നത്. കാരണം ചെറിയൊരു ഇമേജാണത്, ഇവിടെ വരുന്ന ചെറിയൊരു ഇമേജാണ്. അപ്പോൾ ആ ചെറിയ ഇമേജ് ലോഡ് ചെയ്യാൻ അത്ര കുറച്ച് സമയം മതി. അതനുസരിച്ചിട്ട് തമ്പ് എടുത്തു. ഇനി ഞാനിവിടെ ചെയ്തത് എന്താ നോക്കൂ, ഇവിടെ പ്രൊഫൈൽ ഇമേജ് തമ്പ് നോട്ട് ഈക്വൽ ടു നൾ, അതായത് അത് നള്ളല്ല എങ്കിൽ നമ്മൾ അപ്ലോഡ്സ് പ്രൊഫൈലിലെ തമ്പ് ഇമേജ് അവിടെ കാണിക്കണം. അല്ലെങ്കിൽ എന്ത് വേണമെന്ന് വെച്ചാൽ അസറ്റ്സ് ഇമേജസ് പ്രൊഫൈൽ ഡോട്ട് പി എൻ ജി കോമൺ ആയിട്ടുള്ള ഒരു ഫയലാണ്. ആ ഫയൽ അവിടെ കാണിച്ചാൽ ഇമേജ് അപ്ലോഡ് ചെയ്തില്ല വെച്ചാൽ ആ ഫയൽ അവിടെ കാണിക്കാൻ വേണ്ടി അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി അതിന് താഴെ ഇവിടെ ഇമേജിൻ്റെ ടാഗിൽ കണ്ടില്ലേ, ഇമേജ് ടാഗിൽ ഞാൻ കൊടുത്തത് ബേസ് URL പ്രൊഫൈൽ ഇമേജ്. അപ്പോൾ അതായത് ബേസ് URL എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്ലോഗ്, പിന്നെ /അപ്ലോഡ്സ് ഇതാണെങ്കിൽ ഇതിന് പ്രൊഫൈൽ ഇമേജ് എടുക്കും, അല്ലെങ്കിൽ ഈ ഇമേജ് കാണിക്കും. അപ്പോൾ അതാണ് അവിടെ ചെയ്തത്. ഇനി നമ്മളിവിടെ ഈ എബൌട്ട് മീ കാണിക്കാൻ വേണ്ടി ഞാനൊരു എലിപ്സൈസ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് കോർഡിനേറ്ററിൻ്റെ ഒരു ഫംഗ്ഷനാണ്. അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ടെക്സ്റ്റ് എന്നുള്ള ടെക്സ്റ്റ് ഹെൽപ്പർ ഫയൽ നമ്മൾ അവിടെ ലോഡ് ചെയ്യണം. കണ്ടില്ലേ, അത് ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ആർട്ടിക്കിൾ എന്നുള്ള കൺട്രോളിൽ ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ലോഡ് ചെയ്യില്ലെങ്കിൽ പകരം നമ്മൾ ഓട്ടോ ലോഡിൽ പോയിട്ട് കൊടുത്താലും മതി. ഓട്ടോ ലോഡ് മറന്നിട്ടുണ്ടാവില്ല എന്നിരിക്കണം. ഓട്ടോ ലോഡിൽ നമ്മൾ ഹെൽപ്പർ ഫയലൊക്കെ ലോഡ് ചെയ്യാറുണ്ടല്ലോ, അവിടെ പോയിട്ട് കണ്ടില്ലേ ഇവിടെ ഹെൽപ്പർ ഫയൽ ഇവിടെ കൊടുത്താലും അത് വർക്ക് ചെയ്യും. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ വേണമെങ്കിൽ ഇതൊക്കെ എല്ലായിടത്തും യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം. നമ്മളിതുവരെ വേറെ എവിടെ യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് അത് അവിടെ കൊടുക്കാറുള്ളത്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ട് അവിടെ വീണ്ടും നമ്മൾ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി ഇവിടെ നമുക്ക് കമൻറ്റ് ചെയ്ത് നോക്കാം. നമ്മളത് അവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, അപ്പോഴത് വർക്ക് ചെയ്യുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ രണ്ട് രീതിയിൽ, ഒന്നിലോ നമുക്ക് ഇവിടെ ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ഓട്ടോ ലോഡിൽ ലോഡ് ചെയ്യാം. ഞാനിപ്പോൾ ഓട്ടോ ലോഡിൽ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇവിടെ അത് കമൻറ്റ് ചെയ്തു. ഇനി ആ ഫംഗ്ഷൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അത് ഇവിടെ നോക്കൂ, ഈ ടെക്സ്റ്റ് ഹെൽപ്പർ ഇവിടെ ഇതാണ് ഫംഗ്ഷൻ. ആദ്യത്തെ ഇതിൻ്റെ പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ട്രിങ്, പിന്നെ എത്ര ക്യാരക്ടർ വേണമെന്ന് വെച്ചാൽ അത്ര ക്യാരക്ടർ, അതാണ് വരുന്നത്. ഇനിയിപ്പോൾ ഇതിൽ മുകളിൽ കൊടുത്താൽ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, കാരണം ഓട്ടോമാറ്റിക്കലി നമുക്ക് 3 ഡോട്ട്സ് കാണിക്കുന്ന വെച്ചാൽ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യം. ഞാനിതിൽ 3 ഡോട്ട്സാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഫംഗ്ഷൻ നിങ്ങൾ ഹെൽപ്പറിൽ പോയിട്ട് ഈ ഫംഗ്ഷനെ കുറിച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇൻപുട്ട് സ്ട്രിങ് ലെങ്ത്ത്, പിന്നെ പൊസിഷൻ ടു സ്പ്ലിറ്റ് അറ്റ് ഇൻറ്റിജർ അല്ലെങ്കിൽ ഫ്ലോട്ട് ആയിട്ട് കൊടുക്കണം. .5 എന്ന് പറഞ്ഞാൽ അത് ഫ്ലോട്ടോ, അങ്ങനെ ഇൻറ്റിജർ ആണെങ്കിൽ ഇൻറ്റിജർ. പിന്നെ ഈ എലിപ്സിസ് ഇതിൻ്റെ സ്ട്രിങ്ങിനെ വേണമെങ്കിൽ നമുക്ക് മാറ്റാം. നമുക്ക് 3 ഡോട്ട്സ് പകരം വേറെ എന്തെങ്കിലും കാണിക്കണമെങ്കിൽ അതും കാണിക്കാൻ പറ്റും, ആ ക്യാരക്ടർ മാറ്റി കാണിക്കാൻ പറ്റും. അപ്പോൾ തൽക്കാലം ഞാനിവിടെ ഉപയോഗിച്ച് സിമ്പിളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എലിപ്സൈസ് പ്രൊഫൈലിൻ്റെ അബൌട്ട് മീ 120 ക്യാരക്ടറെ കാണിക്കണം. 120 എന്ന് പറയുമ്പോൾ ഇത്തിരി കൂടുതൽ കൊടുത്തുകൊണ്ട് നമുക്ക് 100 കാണിച്ചാൽ മതി. 100 ക്യാരക്ടേഴ്സും അവിടെ കാണിക്കത്തുള്ളൂ. എന്നിട്ട് നമ്മളിവിടെ ഇതിലും ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അബൌട്ട് മീ എന്നല്ലേ വരുന്നത്, നമ്മളെക്കുറിച്ചുള്ള ചെറിയൊരു ഡീറ്റെയിൽസ് ആണല്ലോ കാണിക്കുന്നത്. അത് ഫൈൻഡ് ഔട്ട് മോർ അബൌട്ട് മീ എന്ന് പറഞ്ഞാൽ അബൌട്ട് എന്നുള്ള പേജിലേക്ക് അതിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിലേക്ക് അത് കാണിക്കുകയാണ്, അബൌട്ട് എന്നുള്ള പേജ് കാണിക്കുകയാണ് ചെയ്യണം. URL അങ്ങനെ സെറ്റ് ചെയ്തു. അതിന് താഴെ കണ്ടില്ലേ ഓരോ ഇതിനും, അത് ട്വിറ്ററിൻ്റെ ഐക്കണാണ്, കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രൊഫൈൽ നമ്മൾ ടേബിളിൽ സേവ് ചെയ്താൽ അത് കാണിക്കണം. പിന്നെ ലിങ്ക്ഡിൻ ലിങ്ക്ഡിൻ കാണിക്കണം, GitHub ആണെങ്കിൽ GitHub, സ്റ്റാക്ക് ഓവർഫ്ലോ ആണെങ്കിൽ അത് കാണിക്കുകയാണ്, കോഡ് പെൻ ആണെങ്കിൽ അത് കാണിക്കാം. അങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് ആവശ്യമുള്ള ഡീറ്റെയിൽസ് ഒക്കെ അവിടെ കാണിക്കാം. അതിന് ശേഷം നമ്മൾ താഴെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ വരുന്നത് ബ്ലോഗ് ഹോമാണ്. ബ്ലോഗ് ഹോം എന്ന് പറഞ്ഞാൽ നമുക്ക് ബേസിക്കലി നമ്മുടെ സൈറ്റിൻ്റെ അഡ്രസ്സ് കൊടുത്താൽ മതി, ബേസ് URL കൊടുത്താൽ മതി. അതേപോലെ ഈ ഇതിൽ അബൌട്ട് വേണമെങ്കിൽ ബേസ് URL അബൌട്ട് നമ്മളിപ്പോൾ ചെയ്ത അത് ആ ഫംഗ്ഷൻ്റെ ഡീറ്റെയിൽ അതിലേക്ക് പാസ് ചെയ്യുക. പിന്നെ നമ്മളിവിടെ പ്രൊഫൈൽ വെബ്സൈറ്റ്, അതായത് ഗെറ്റ് ഇൻ ടച്ച് എന്ന് പറഞ്ഞാൽ ഒരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ വെബ്സൈറ്റ്. ഇനി നമുക്ക് വേണമെങ്കിൽ അഡീഷണലായിട്ട് ഒരു കോൺടാക്റ്റ് മീ എന്നാണെങ്കിൽ ഇതേപോലെ തന്നെ നമ്മൾ അബൌട്ട് പോലെ തന്നെ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുക, കോൺടാക്റ്റ് എന്നുള്ള ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് അതിൽ ഫോം ക്രിയേറ്റ് ചെയ്യുക. അതായത് കോൺടാക്റ്റ് മീ എന്ന് പറയുമ്പോൾ ഒരാൾ നമ്മളെ കോൺടാക്ട് ചെയ്യുമ്പോൾ അയാളുടെ ഇമെയിലും അയാൾ എന്താണ് എഴുതാൻ ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ടി ടെക്സ്റ്റ് ഏരിയ വേണം, എന്നിട്ട് സബ്മിറ്റ് ബട്ടൺ വേണം, അത്രേ ആവശ്യമുള്ളൂ. എന്നിട്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ആ ഇതിൽ തന്നെ സബ്മിറ്റ് ചെയ്യുന്ന വാല്യൂ നമ്മുടെ ടേബിളിൽ സേവ് ചെയ്തിട്ട് പിന്നീട് ആ കോൺടാക്ട്സ് നമുക്ക് പിന്നീട് യൂസ് ചെയ്യണമെങ്കിൽ അവരെന്തൊക്കെയാണ് ഓരോരുത്തരുടെ കമൻറ്റ്സ് ഒക്കെ എന്തൊക്കെയാണെങ്കിൽ അത് നമുക്ക് കാണാൻ പറ്റും. അതിവിടെ ഞാൻ ചെയ്യുന്നില്ല, അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ, അത്രയ്ക്കുള്ളൂ. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും.
ഇനി ഇതിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇത് ഓരോ പേജിലും പ്രൊഫൈല് നമ്മൾ ഇതിൽ ഹെഡറിലേക്ക് പാസ് ചെയ്യുമെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ഹെഡറിൽ ഈ ഹെഡറിന് പകരം നമ്മൾ ഇതൊക്കെ ഡീറ്റെയിൽ ഒന്നുകൂടി നമുക്ക് ഫ്രണ്ടിൽ നോക്കാം. കണ്ടില്ലേ, ഇത് വന്നു. ഇവിടെ ഡീറ്റെയിൽ റിഫ്രഷ് ചെയ്യാം. അപ്പോൾ 120 വരെ 100 കൊടുത്തപ്പോൾ ചെറുതായി. ഇനി അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മളെപ്പോഴും ടാർഗറ്റ് ബ്ലാങ്ക് കൊടുക്കണം. ടാർഗറ്റ് ബ്ലാങ്ക് കൊടുത്താൽ അത് വേറൊരു ടാബിൽ ഓപ്പൺ ആവും. ബ്ലാങ്ക് കൊടുത്തില്ല വെച്ചാൽ അത് ആ സെയിം പേജിൽ തന്നെ ഓപ്പൺ ആവും. അത് ചെക്ക് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ടാർഗറ്റ് ബ്ലാങ്ക് ആണ് ട്വിറ്ററിന് കൊടുത്തിട്ടുള്ളത്. ക്ലിക്ക് ചെയ്ത് നോക്കുക, കണ്ടില്ലേ, വേറൊരു ടാബിൽ പോയി. ഇനി ഇതിൽ പോയിട്ട് ഞാൻ ഇതിനെ മാറ്റുകയാണ്. ഇത് കൊടുക്കാൻ മറക്കാം. അപ്പോൾ നമ്മൾ സൈറ്റുകൾ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെ വേറൊരു ടാബിൽ ഓപ്പൺ ആവേണ്ട വെച്ചാൽ ബ്ലാങ്ക് എന്നുള്ളത് കൊടുക്കാൻ മറക്കരുത്. ഇനി ഞാൻ ഒന്നുകൂടി റിഫ്രഷ് ചെയ്യാം. എന്നിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇപ്പോൾ ആ സെയിം പേജിൽ നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ അത് ഓപ്പണായി. വെബ്സൈറ്റിലല്ല, ആ വെബ്സൈറ്റ് പിന്നെ കാണാനില്ല. അപ്പോൾ അതല്ല നമുക്ക് വേണ്ടത്. നമുക്കത് എപ്പോഴും വേറൊരു പേജിലായിട്ടാണ് കാണിക്കേണ്ടത്. അപ്പോൾ അതും കൊടുക്കാൻ മറക്കരുത്. ടാർഗറ്റ് ബ്ലാങ്ക് എന്ന് കൊടുക്കാൻ മറക്കരുത്. ഇനി ഇതിൽ ഇപ്പോൾ ഇതാണ് നമ്മുടെ ഹെഡറിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഇത് എല്ലാ ഹെഡറിലാണ് കിടക്കുന്നത്. നമുക്ക് ഇതിനെ ഒരു വേരിയബിളിലേക്ക് ഡീറ്റെയിൽസ് മുഴുവൻ വേരിയബിളിലേക്ക് പാസ് ചെയ്യണം. അതും കൂടി ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ ഇത് ഞാനിവിടെ കമൻറ്റ് ചെയ്യാണ്. PHP ടാഗ് ഉപയോഗിച്ചിട്ട് തന്നെ എന്നെ കമൻറ്റ് ചെയ്യാം. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കമൻറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ വരുന്നുണ്ട്. കമൻറ്റ് ചെയ്തു, PHP ടാഗ് ഇട്ടു. ഇനി റിഫ്രഷ് ചെയ്ത് നോക്കൂ, ഇത് കാണില്ല. അപ്പോൾ ഞാനത് കമൻറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇതിനെ നമ്മുടെ കൺട്രോളറിൽ നിന്ന് അങ്ങോട്ട് പാസ് ചെയ്യണം. അതായത് വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തിട്ട്. അതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് മുകളിൽ ഇൻഡെക്സ് എന്നുള്ള ഫംഗ്ഷൻ തൊട്ട് തന്നെ തുടങ്ങാം. ഇവിടെ നിന്ന് അതേപോലെ തന്നെ ഇപ്പോൾ ഞാനിവിടെ ഒരു എബൌട്ട് മീ എന്നുള്ളൊരു പേജ് സൈഡ് ബാർ .php എന്നുള്ളൊരു പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ ഹെഡറിലുള്ള എല്ലാ ഡീറ്റെയിൽസും അതിൽ കോപ്പി ചെയ്തേക്കാണ്. കാരണം ഇതൊരു വേരിയബിളിലേക്ക് വ്യൂ ഡീറ്റെയിൽസ് വേരിയബിളിൽ സ്റ്റോർ ചെയ്ത് എങ്ങനെയാണ് കാണിക്കണമെന്ന് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഞാനിവിടെ ഇതിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ സൈഡ് ബാർ .php നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ ഹെഡറിൽ അത് കംപ്ലീറ്റ് കോപ്പി ചെയ്തിട്ടൊക്കെയാണ്. ഇതിൽ നമ്മളവിടെ ചെയ്ത കാര്യങ്ങളൊക്കെ ഇതിൽ കോപ്പി ചെയ്തു. സൈഡ് ബാർ .php എന്ന് പേര് കൊടുത്തു. ഇനി ആർട്ടിക്കിൾ കൺട്രോളിൽ പോയിട്ട് ഡാറ്റ സൈഡ് ബാർ ഈക്വൽ ടു എന്താ പറയുക, നമ്മൾ ലോഡ് ചെയ്യുന്നത് എന്താണ്, ലോഡ് വ്യൂ. ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്, അത് പറയാം എന്താണെന്നുള്ളത്. പോസ്റ്റ് സൈഡ് ബാർ എന്നാണ്, പോസ്റ്റ് എന്നുള്ള ഫോൾഡറിലെ സൈഡ് ബാറാണ് വരുന്നത്. ഒന്നുകൂടി കൺഫേം ചെയ്യാം നമുക്ക്. പോസ്റ്റ് എന്നുള്ളതിൽ സൈഡ് ബാർ കണ്ടില്ലേ, അതാ പറഞ്ഞത്. അപ്പോൾ സൈഡ് ബാർ. പിന്നെ നമ്മൾ പാസ് ചെയ്യേണ്ട ഡാറ്റയാണ് പാസ് ചെയ്യേണ്ടത്. നമ്മുടെ ഡാറ്റ എന്നുള്ള ഇത് ഡാറ്റ പാസ് ചെയ്തു. പിന്നെ നമുക്കിവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ ട്രൂ എന്ന് പറഞ്ഞ് കൊടുക്കണം എപ്പോഴും. അതായത് ഇതിനെ ഈ വ്യൂ നമ്മൾ ഈ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യണം വെച്ചിരിക്കുക. അപ്പോൾ അത് ട്രൂ കൊടുത്തു കഴിഞ്ഞാൽ ഈ വേരിയബിളിലേക്കാണ് പിന്നെ പോവുക. അപ്പോൾ ഇത് തന്നെ നമ്മൾ ഓരോ ഇതിലും ഇത് തന്നെ കോപ്പി ചെയ്യണം. ഓരോ ഫംഗ്ഷനിലും ഇത് കോപ്പി ചെയ്യാൻ മറക്കരുത്. അല്ലെങ്കിൽ ചില പേജുകൾ നമുക്ക് സൈഡ് ബാർ വേണ്ടാന്ന് വെച്ചാൽ അവിടെ കോപ്പി ചെയ്തില്ല വെച്ചാൽ നമുക്കത് അവിടെ കാണില്ല. വേണ്ടാത്തത് കോപ്പി ചെയ്യണ്ട, അത്രയേ ഉള്ളൂ. അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗുണം എന്താ വെച്ചാൽ ഇതിൽ എവിടെയെങ്കിലും സൈഡ് ബാർ വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് അവിടെ അതിനെ ഹൈഡ് ചെയ്തിടാം. ഇനി നമ്മുടെ ഹെഡറിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ PHPയിലല്ല കൊടുക്കണം. എക്കോ ഈ സെറ്റ് ഫംഗ്ഷൻ കൊടുക്കുക. സൈഡ് ബാർ എന്നുള്ള ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് കാണിക്കണം. നമ്മൾ പാസ് ചെയ്തെങ്കിൽ മാത്രമേ കാണിക്കേണ്ട കാര്യമുള്ളൂ. സൈഡ് ബാർ അല്ലെങ്കിൽ ഒന്നും കാണിക്കണ്ട. സൈഡ് ബാർ വേണ്ടാത്ത തോന്നുന്നിടത്ത് നമുക്കത് കാണാം. പിന്നെ നമ്മൾ റിഫ്രഷ് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, സൈഡ് ബാർ വന്നു അവിടെ. ഇനിയിപ്പോൾ ഓരോന്ന് നോക്കിയാലും നമുക്കിപ്പോൾ ഹോം നോക്കിയാലും ഹോം പേജ് നോക്കിയാലും അവിടെ സൈഡ് ബാർ കാണാം. സിംഗിൾ പേജിൽ പോയാലും അവിടെ സൈഡ് ബാർ കാണാം. അപ്പോൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് സൈഡ് ബാർ വേണ്ടാന്ന് വെക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ ഫംഗ്ഷനിൽ വരിക, അതിൻ്റെ ഉള്ളിൽ വരിക, ഇതിനെ ഹൈഡ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ എബൌട്ട് മീൽ ഞാൻ അതിനെ ഹൈഡ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് എബൌട്ട് മീ ക്ലിക്ക് ചെയ്യണം. കണ്ടില്ലേ, എബൌട്ട് മീ ക്ലിക്ക് ചെയ്യുമ്പോൾ സൈഡ് ബാർ അവിടെ വരുന്നില്ല.
നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ CSS ഉപയോഗിച്ച് സൈഡ് ബാർ ഇല്ലെങ്കിൽ ഇതിൻ്റെ വിഡ്ത്തൊക്കെ കൂട്ടി ഫുൾ പേജ് ആയിട്ട് കാണിക്കാൻ പറ്റും. അതൊന്നും ഇപ്പോൾ ചെയ്യുന്നില്ല. അത് വർക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങനെ അതൊക്കെ വേണ്ടി വരും ചിലപ്പോൾ. അപ്പോൾ വല്ല ഡിസൈനറൊക്കെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അത് നമുക്ക് ചെയ്യാമെങ്കിൽ നമുക്ക് ചെയ്യാം. മിക്കവാറും കമ്പനികളിൽ ഡിസൈനർ ഉണ്ടാവാറുണ്ട്, അവർ ചെയ്യും. അത് അങ്ങനെ വേണ്ട സെറ്റിങ്സ് അതിൽ കൊടുത്തിട്ടുണ്ട്, CSSൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഞാൻ കമൻറ്റ് ചെയ്ത് എടുത്ത് കളയണം. അപ്പോൾ ഇത് ഇത്ര മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ ഹെഡറിൽ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ഇവിടെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ വരുന്ന ഡീറ്റെയിൽസൊക്കെ ഞാനത് ഹൈഡ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് ഹൈഡ് ചെയ്തിട്ട് നമുക്കിത് വേണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കേണ്ടതെന്ന് വയ്ക്കാം. കാരണം ഇത് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയുവാണെങ്കിൽ ഇത് ആവശ്യമില്ല. എന്നിട്ട് നമ്മൾ അവിടുന്ന് പാസ് ചെയ്ത് ആ വ്യൂ അവിടുന്ന് ഒരു വേരിയബിൾ സ്റ്റോർ ചെയ്തിട്ട് ആ വ്യൂവിനെ ഇങ്ങോട്ട് പാസ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട് എൻഡിലെ നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എക്സ്പ്ലെയിൻ ചെയ്ത് തന്ന ഡീറ്റെയിലൊക്കെ. നമുക്കിനി ഫ്രണ്ട് എൻഡൊക്കെ കഴിഞ്ഞു. ഇനി ആകെ ഒരു കാര്യം ചെയ്യാൻ ബാക്കിയുള്ളത് അഡ്മിൻ സൈഡിൽ ലാംഗ്വേജ് എങ്ങനെയാണ് സ്വിച്ച് ചെയ്യണം, ഒരു ലാംഗ്വേജ് തൊട്ട് വേറെ ലാംഗ്വേജിലേക്ക് എങ്ങനെ മാറ്റണം, ലാംഗ്വേജ് സെറ്റിംഗ് എങ്ങനെ ചെയ്യണമെന്ന് മാത്രം. അത് ടേബിളിലേക്ക് വേണമെങ്കിൽ ടേബിളിൽ ചെയ്യാം, അല്ലെങ്കിൽ സെഷനിൽ ഉപയോഗിച്ചിട്ട് സെഷനിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതും കൂടി മാത്രമേ നമുക്ക് സെറ്റ് ചെയ്യാനുള്ളൂ. അപ്പോൾ ഇത്ര മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരാം. താങ്ക് യു.